യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇല്ലളിയ, ഒരിക്കലുമില്ല. ഒരിക്കലും സുന്ദരിയെ വിട്ടിട്ട് ഞാൻ പോവില്ല. അളിയൻ പറഞ്ഞതനുസരിച്ച് ഞാനും സുന്ദരിയും കൂടി ഡോക്ടറെ കാണാൻ പോയിരുന്നു. അതിന്റെ റിപ്പോർട്ടാ അളിയന്റെ കയ്യിലിരിക്കുന്നത്. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടറെ കാണാനേ പോണ്ടെന്ന് തോന്നിപ്പോയി. ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് പറ. സുന്ദരിക്ക് ഒരിക്കലും അമ്മയാവാനുള്ള യോഗം ഇല്ല എന്ന് പറഞ്ഞു. അളിയ, എനിക്ക് വേണ്ടി അളിയനൊരു ഉപകാരം ചെയ്യൂ. പറയും. രണ്ടുപേരും എനിക്കൊരു സത്യം ചെയ്തു തരൂ. പറയളിയ. സത്യം? എന്ത് സത്യം? സുന്ദരിക്ക് കുഞ്ഞ് ജനിക്കില്ല എന്നുള്ള വിവരം ഒരു കാരണവശാലും സുന്ദരി അറിയരുത്. മര്യാദക്ക് ഞാൻ നിന്നോട് പറഞ്ഞതാ, ഇറങ്ങി പോയിക്കോണോ ഇവിടുന്ന്, ഇറങ്ങി പോകാൻ. എല്ലാരോടുമായിട്ട് ഞാൻ പറയാ, എന്റെ ഭർത്താവിന് അന്ത്യകർമ്മങ്ങൾ ആര് നടത്തണം, എപ്പ നടത്തണം, എങ്ങനെ നടത്തണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവനല്ല. ഇവൻ ആ മനുഷ്യന്റെ ദേഹത്തിന്റെ അരിയിലേക്ക് പോലും വന്നേക്കരുത്. ഇതാ മനുഷ്യൻ താലി കെട്ടി അയാൾക്കൊപ്പം ജീവിച്ച എന്റെ വാക്കാ. അത് തെറ്റില്ല, തെറ്റാൻ പാടില്ല, തെറ്റാൻ ഈ ലക്ഷ്മി സമ്മതിക്കില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഓഫീസെങ്കിൽ ഓഫീസ്, അതല്ല വീടെങ്കിൽ വീട്. ഞാനും കൂടി വരാം, നമുക്ക് ഒരുമിച്ച് പോയി സംസാരിക്കാം. അതൊന്നും വേണ്ടളിയ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? അതല്ല, ഞാനും കൂടി വന്നാ വേണ്ടാന്ന് പറഞ്ഞില്ലേ? കാര്യം പറഞ്ഞാൽ എന്താ അളിയന് മനസ്സിലാവില്ലേ? V&V ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ വെട്ടിക്കടയാണെന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? വീട്ടില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ വിളിച്ച് ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാ, അതല്ലെങ്കിൽ നേരെ ചെന്ന് കേറിയിട്ട് നാളെ മുതൽ നിങ്ങൾ വേറെ ആളെ നോക്കിക്കൊള്ളാൻ പറയാ. ഇതെന്താ കുട്ടികളെയാണോ?
എന്തൊരു മഴയായത്! എത്ര നേരമായി തുടങ്ങിയിട്ട്. കൃഷ്ണമാമ ഇനിയും കാണുന്നില്ലല്ലോ ദേവിയമ്മ. അവിടെ എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം? എടുത്തു ചാടി ഒന്നും ചെയ്യാതിരുന്നാ മതിയായിരുന്നു. കൃഷ്ണമാമ വന്നെന്ന് തോന്നുന്നു. അയ്യോ കൃഷ്ണമാമ, ഏട്ടാ, കൃഷ്ണൻ എന്തിനാ ഇങ്ങനെ മഴ നനയുന്നേ? കേറി വാ ഏട്ടാ. കേറി വാ കൃഷ്ണമാമ, കേറി വാ. കൃഷ്ണമാമ, എന്താ ഇത്? എന്താ ഏട്ടാ ഇത്? ഇത്ര മഴ പെയ്യുമ്പോ എവിടെയെങ്കിലും കയറി നിന്നൂടായിരുന്നോ ഏട്ടന്? തലയില് വെള്ളം താഴ്ന്നു. ഞാൻ പോയി ടവൽ എടുത്തോണ്ട് വരട്ടെ. തല തോർത്തിയ മാത്രം പോരല്ലോ, ഡ്രസ്സ് മാറണ്ടേ? ആകെ നനഞ്ഞിരിക്കുന്നു. ചെല്ല് കൃഷ്ണമാമ, പോയി ഡ്രസ്സ് മാറ്. എന്ത് ചെല്ല്. വാ കൃഷ്ണ, ചെല്ല്. വന്നിട്ട് ഡ്രസ്സ് മാറി തല തുടയ്ക്കാതെ വെറുതെ നിൽക്കുകയാണോ? ഏട്ടാ, ഏട്ടാ, എന്താ പറ്റിയേ? എന്താ പറ്റിയെന്ന്? ഏട്ടാ, എന്താ ഉണ്ടായത്? എന്തിനാ ഏട്ടൻ ഇങ്ങനെ കരയുന്നത്? എന്തിനു ശ്രീദേവി, ചാമുണ്ടേശ്വരി എന്നോട് ഈ ചതി ചെയ്തത്? ഇതിന് നല്ലത്
എന്റെ ജീവൻ എടുക്കുന്നതല്ലായിരുന്നു.